പെൺസുഹൃത്തിനെ ഇംപ്രസ് ചെയ്യണം, അതുവഴി പെൺസുഹൃത്തിൻ്റെ കുടുംബക്കാരെയും ഇംപ്രസ് ചെയ്തുകൊണ്ട് ഒരു അനുകമ്പയൊക്കെ പിടിച്ചു പറ്റണം. അതിനുവേണ്ടി ഒരു വാഹനാപകട നാടകം സൃഷ്ടിക്കുക. പെൺസുഹൃത്തിനെ ഒരു കാറിലെത്തി ബൈക്കിൽ പോയ പെൺസുഹൃത്തിനെ ഇടിച്ച് വീഴ്ത്തിയതിനു ശേഷം കാമുകൻ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്തുക. ഇതൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്നതാണ്. യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പെൺസുഹൃത്തിനെ ആൺസുഹൃത്തിൻ്റെ മറ്റൊരു സുഹൃത്ത് വഴി കാറുകൊണ്ട് ഇടിച്ചിടുകയും പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത വാർത്തകൾ നമ്മളിന്ന് രാവിലെ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നമുക്ക് പോലീസിനെ തിരിച്ചറിയാം. ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇതിൻ്റെ കള്ളക്കഥ പൊളിച്ചത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അതെന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ പറയും. ബിനോയ് സാറേ, എന്താണ് ഇതിനകത്ത് ശരിക്കും സംഭവിച്ചത്? കഴിഞ്ഞ 23-ാം തീയതി വൈകിട്ടാണ് പെൺകുട്ടിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഈ ആക്സിഡൻറ്റ് നടന്ന ഉടനെ തന്നെ ഈ ആൺസുഹൃത്തും കൂട്ടുകാരും കൂടി ഒരു കാറിൽ വരികയും അവർ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ കൂടി നിന്നവരോടും ഇത് വൈഫാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടാണ് കൊണ്ടുപോയത്. അന്നത്തെ ദിവസം കുട്ടിക്ക് സംശയമൊന്നും തോന്നിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുട്ടിക്ക് പെട്ടെന്ന് ഈ ആൺസുഹൃത്ത് അടുത്ത് വന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഒക്കെ ഒരു ഡൗട്ടായിട്ട് തോന്നി. അന്നേരമാണ് പോലീസിനോട് പറയുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടി അടൂരിൽ നിന്ന് വീട്ടിലേക്ക് കോച്ചിങ് കഴിഞ്ഞിട്ട് ബൈക്കിൽ സ്കൂട്ടറിൽ പോകുന്നു. തൊട്ട് പിന്നാലെ അജാസ് കാർ ഓടിച്ച് വരുന്നു. ഇടിച്ചിട്ട് അജാസ് നിർത്താതെ പോകുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് രഞ്ജിത്ത് തൊട്ട് പിന്നാലെ മറ്റൊരു വാഹനത്തിലെത്തി അവിടുന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു, അല്ലേ? അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോഴേക്കും ഈ കുട്ടി നമ്മളോട് ഈ സംശയം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത്തിൻ്റെ CDRും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റ് നമുക്ക് മനസ്സിലായത്. അപ്പോഴേക്കും പ്രതിയെ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നെ ചോദ്യം ചെയ്യലിൽ കൃത്യമായിട്ട് എല്ലാം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ചോദ്യം ചെയ്യലിൽ എങ്ങനെയായിരുന്നു പ്രതി? എന്തായിരുന്നു ഇതിൻ്റെ മോട്ടീവ്? സുഹൃത്തിന് ഈ ബന്ധം പിന്നെ പുനഃസ്ഥാപിക്കണം, അതുവഴി വീട്ടുകാരെ ഇംപ്രസ് ചെയ്യണം എന്നുള്ള കാര്യത്താണ് ചെയ്തത്. ഇത് എങ്ങനെ ആസൂത്രണം ചെയ്തത്? ഏത് രീതിയാണ് ഈ പ്രതി അത് പറഞ്ഞിരുന്നോ? പ്രതി കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണം നമ്മളോട് ആദ്യമേ പറഞ്ഞില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ CCTVയും പിന്നെ ഈ CDR പരിശോധിച്ചതിൽ ഇവരെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടി. അങ്ങനെയാണ് ഇവർ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിംഗ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. നമ്മുടെ നാട്ടിലൊക്കെ നടന്നു കേൾക്കുമോ എന്നുള്ളത് പെട്ടെന്നൊരു അത്ഭുതവും കൗതുകവും ഒക്കെ തോന്നി. ഇത് സിനിമയിലാണ്. ഒരു പെൺസുഹൃത്തിനെ അല്ലെങ്കിൽ കാമുകിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടിച്ചിടുന്നു, പിന്നെ രക്ഷപ്പെടുത്തുന്നു, ഒരു ഭീകര കാമുകനാകുന്നു, നായകനാകാൻ നോക്കിയതാണ്, ഇപ്പോൾ പ്രതിനായകനായി മാറിയല്ലേ? അതെ, തികച്ചും ഇത് സാധാരണ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. പെട്ടെന്ന് സംഭവിച്ചപ്പോൾ നമുക്കൊരു ഇത് തോന്നി. അതാണ് ഈ പോലീസ് ബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണക്കാരനോടെ കണ്ട ആളുകളൊക്കെ ഭർത്താവാണ്, അത് രക്ഷപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ അവിടെ പോലീസ് ബുദ്ധിയിലാണ് ഈ കാര്യങ്ങളൊക്കെ തെളിഞ്ഞതല്ലേ? അതെ, നമ്മൾ അന്വേഷണം നടത്തി CDRും കാര്യങ്ങളൊക്കെ എടുത്ത് സ്ഥിതിക്കാണ് നമുക്ക് ഇതിൻ്റെ തെളിവ് കിട്ടുന്നത്. അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രതിനായകനും സുഹൃത്തും ഒക്കെ ജയിലിലാണ്, റിമാൻഡിലാണല്ലേ? അതെ, അവർ കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഈ പെൺകുട്ടിയുടെ കുടുംബക്കാരെ ബന്ധപ്പെടാനോ വല്ല ശ്രമിച്ചിരുന്നോ? അവരെന്തെങ്കിലും പിന്നീട് റിയാക്ട് ചെയ്തിരുന്നോ? ഇത് ആദ്യമേ നമുക്ക് ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടി സംശയം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആളെ വിളിച്ചു വരുത്തിയിരുന്നു. ആ ഒരു സമയത്ത് ഇയാൾ കുറ്റവും സമ്മതിച്ചിട്ടില്ല. അപ്പോഴേക്കും പെൺകുട്ടിയോട് സംസാരിക്കുകയും അവർ വീട്ടുകാരോട് സംസാരിച്ച് കേസ് ഒത്തുതീർപ്പാക്കാനുള്ളൊരു ശ്രമം നടന്നായിരുന്നു. അപ്പോൾ എന്തായാലും 2025 ഏറ്റവും വലിയ മണ്ടന്മാരാണ് രഞ്ജിത്തും അജാസും എന്നുള്ള ട്രോളുകൾ സമൂഹ മാധ്യമത്തിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ പെൺകുട്ടിക്ക് വലിയ തരത്തിലുള്ള അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും പെൺകുട്ടിയുടെ വീട്ടുകാരെയൊക്കെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു സംഭവമാണ്. അതിനകത്ത് ആ അപകട നാടകം പൊളിച്ചത് പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ്. അതെങ്ങനെയാണ് അത് പൊളിച്ചെഴുതിയത് എന്നുള്ള കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് വിശദീകരിച്ചത്.